കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഈ അടുത്ത സമയത്ത് തന്നെ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് ഒരു ശ്രീ ശ്രീനിവാസൻ ജെയിൻ ഒരു ഇൻ്റർവ്യൂ നടത്തി. ശ്രീനിവാസൻ ജെയിൻ എല്ലാം പഠിച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഈ ജഡ്ജസ് അവർ സിറ്റിംഗ് ജഡ്ജസ് ആണെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇനി റിട്ടയർ ചെയ്ത ജഡ്ജസ് ആണെങ്കിൽ ഒരുപാട് പേര് വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാറുമുണ്ട്. പക്ഷേ ഞാൻ തീരുമാനിച്ചേക്കുന്ന കേസിലെ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റിനകത്തുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ആ ജഡ്ജ്മെൻറ്റ് ആണ് അത് ഞാൻ എഴുതി. ഇതിനപ്പുറത്തോട്ടൊന്നും ഞാൻ പറയുകയില്ല. ഒരിക്കലും ആ ജഡ്ജ്മെൻറ്റിലെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും പാടില്ല. മാത്രമല്ല, ആ ജഡ്ജ്മെൻറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാലോ വളരെ ബുദ്ധിമുട്ടാണ്. ജഡ്ജ്മെൻറ്റിന് എതിരായിട്ട് സംസാരിക്കുകയാണെങ്കിലോ, സ്വന്തമായിട്ട് എഴുതിയ ജഡ്ജ്മെൻറ്റിന് എതിരായിട്ട് സംസാരിക്കുകയാണെങ്കിലോ വലിയ വിവരക്കേടാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ ഒരു DY ചന്ദ്രചൂഡിൻ്റെ വാക്കുകളിലൂടെ ആ ഇൻ്റർവ്യൂവിൽ കടന്നു വന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ബാബറി മസ്ജിദിൻ്റെ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം ബാബറി മസ്ജിദ് കേസിലെ വിധി അത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾക്കെല്ലാവർക്കും ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്, 2 അഭിപ്രായങ്ങളുണ്ട്. അത് ശരിയാണെന്ന് അഭിപ്രായപ്പെടുന്നത് യഥാർത്ഥത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇനി അത് പോട്ടെ, അത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അത് ശരി തെറ്റ് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ആർട്ടിക്കിൾ 142 നമ്മുടെ ഭരണഘടനയിലെ 142 അനുച്ഛേദത്തിൻ്റെ ബലത്തിൽ സുപ്രീം കോടതി ഒരു വഴക്കൊഴിവാക്കാൻ ഒരു തീരുമാനവും എടുത്തു എന്നുള്ള ഒരു കരുതൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്തതിന് ശേഷം സംഭവിച്ചേക്കുന്ന എന്താണ്? അതായത് ബാബറി മസ്ജിദ് അവിടെ നിന്നിരുന്നില്ല, അത് പൊളിച്ചില്ല എന്നൊരു കേസ് സുപ്രീം കോടതിക്കില്ല. അപ്പോൾ ആ പള്ളി പൊളിക്കപ്പെട്ടു. ഇനി ആ പള്ളി പൊളിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പണ്ട് ക്ഷേത്രമായിരുന്നു, ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റും ഒക്കെ വന്നു. പക്ഷേ അതിന് ഉപോത്ബലകമായ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല, അതിനുള്ള തെളിവുകളൊന്നുമില്ല. ചിലപ്പോൾ ചില ഊഹാപോഹങ്ങൾ ഒക്കെ ചിലർക്ക് പറയാം, അവിടെ ഒരു പാത്തി കണ്ടു, മറ്റേത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറയാം. എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അത് അമ്പലത്തിൻ്റെ ആണോ അത് ഒരു പള്ളിയുടെ ആണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഏതായാലും അവിടെ ആ പള്ളി പൊളിച്ച സ്ഥലത്ത് സുപ്രീം കോടതി ഈ അവിടെ രാമക്ഷേത്രം പണിയാനുള്ള ഒരു അധികാരം ഇവർക്ക് കൊടുത്തു, ആ ട്രസ്റ്റിന് കൊടുക്കുന്നു. അവിടെ ക്ഷേത്രവും പണിഞ്ഞു. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പോയി മുഖ്യ കാർമ്മികനായിട്ട് നിന്ന് അവിടെ വീണ് നമസ്കരിച്ച് കാര്യങ്ങളുമൊക്കെ നടത്തി റെഡിയാക്കി പോരുന്നു. അപ്പം അവിടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഏതോ ഒരു 5 ഏക്കർ സ്ഥലം എങ്ങാണ്ട് ഇവിടുന്ന് വളരെ ദൂരെ ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ എങ്ങാണ്ട് ഈ ബാബറി മസ്ജിദിൻ്റെ അതിന് പകരമായിട്ട് ആ ട്രസ്റ്റിന് അത് പണിയാനായിട്ട് പള്ളി പണിയാനായിട്ട് ഒരു സ്ഥലം കൊടുത്തു. അപ്പോൾ പള്ളി പണിയാൻ കൊടുത്ത സ്ഥലത്ത് പള്ളി പണിയാൻ ഇവർ അപേക്ഷ കൊടുത്തു. അതായത് കെട്ടിടം പണിയാൻ ഉള്ള അപേക്ഷ ലൈസൻസിന് കൊടുത്തു, പെർമിറ്റിന് അപേക്ഷ കൊടുത്തു. അത് നിരാകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ പണിയൊന്നും നടക്കാൻ പോകുന്നില്ല. പൊളിച്ചിട്ട് എത്രയോ വർഷമായെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ രാമക്ഷേത്രം വന്നു കഴിഞ്ഞു, അവിടെ ആളുകൾ വരുന്നു, അതിനകത്ത് വെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്നു, ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്, ഞാൻ കണ്ടിട്ടുമില്ല. ഏതായാലും ഇവിടെ പള്ളി പണിയാനായിട്ട് കൊടുത്ത സ്ഥലത്ത് പള്ളി പണിയാനുള്ള ഒന്നും ആയിട്ടില്ല. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആയിട്ടില്ല. കാരണം അതിന് പെർമിറ്റിന് അപേക്ഷ കൊടുത്തത് തള്ളിപ്പോയി. ആ രീതിയിൽ ഇരിക്കുകയാണ്. ഇനി അത് പൊക്കോട്ടെ, അവിടെ ഈ പള്ളി വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. കാരണം ഈ വഴക്കുണ്ടാക്കി പണിയേണ്ട പള്ളിയൊന്നുമല്ല. ഇവിടെ ഇരുന്ന പള്ളി പൊളിച്ചു കളഞ്ഞു. ആ പൊളിച്ചു കളഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഏറ്റവും വലിയ കളങ്കം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അത് പൊളിച്ചു പോയി. ഇനി അത് സാരമുള്ളതല്ല, അതൊക്കെ പോയിക്കോട്ടെ. ഇനി വേറെ പള്ളി ഇതിന് പകരമായിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് പുല്ല് വേണ്ട എന്ന് പറയുന്നതിന് അവർ ഇത് അക്സെപ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അതും വാങ്ങിച്ചു വെച്ചുകൊണ്ട് അതിന് അപേക്ഷ കൊടുത്തു. അത് നടക്കുന്നില്ല. അവിടെ പള്ളി വന്നിട്ട് ഒരു കാര്യമില്ല. നമസ്കരിക്കാത്ത സ്ഥലത്ത് എന്ത് പള്ളി, എന്തിന്? അതിനി പോയിക്കോട്ടെ, അത് വേറെ കാര്യം.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ സംഭവം എന്താണെന്നറിയോ, ശ്രീനിവാസൻ ജെയിൻ ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ബാബറി മസ്ജിദ് വന്നത് തന്നെ ഒരു അവിടെ നിന്ന് ക്ഷേത്രം പൊളിച്ചിട്ടാണ് ആ ബാബറി മസ്ജിദ് അവിടെ പണിഞ്ഞതെന്ന് DY ചന്ദ്രചൂഡ് പറഞ്ഞതാണ്. എവിടുന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിയില്ല. ഉടനെ ശ്രീനിവാസൻ ജെയിൻ ചോദിക്കുന്നുണ്ട്, അത് ജഡ്ജ്മെൻറ്റിനകത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ, കാരണം എല്ലാവരും കൂടെ ഇതിപ്പോൾ ആരാ ജഡ്ജ്മെൻ്റ് എഴുതിയെന്ന് പോലും വിളി വന്നിട്ടില്ല. അത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പേര് വരും, ഓതർ ആരാണെന്ന് വരാറുണ്ട്, പക്ഷേ അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഇത് വന്നില്ല, മറച്ചു വച്ചേക്കാണ്. അപ്പോൾ ഇവർ ഇതിൽ വന്നേക്കുന്നത്, അതിൽ വേറെ ജോലി സ്വീകരിക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു ബോബ്ഡെ മാത്രമാണ്, ജസ്റ്റിസ് ബോബ്ഡെ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഇത് ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇപ്പം ഇതിങ്ങനെ മാറ്റി പറയുന്നത്. അമ്പലം അവിടെ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് പണിതതെന്ന് വളരെ വികലമായ ഒരു കാര്യം വിളിച്ചു പറയുന്നു. ധൈര്യസമേതമാണ് പറയുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റിനകത്ത് നേരെ മറിച്ചാണ്, അതിന് യാതൊരു തെളിവുകളുമില്ല. അതായത് ക്ഷേത്രം പൊളിച്ചിട്ടാണ് അവിടെ പള്ളി പണിഞ്ഞതെന്നുള്ളതിന് തെളിവില്ല എന്ന് ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതി വെച്ച ജഡ്ജ്മെൻറ്റിനെതിരായിട്ടാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ അതിന് നിശ്ചിതമായിട്ട് പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് നരസിംഹ അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്തെന്നറിയോ, ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ജഡ്ജിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റാണ് പറയേണ്ടത്. ജഡ്ജ്മെൻറ്റ് സ്പീക്സ് ഫോർ ദ ജഡ്ജ്. ആ ജഡ്ജ്മെൻറ്റ് പറയും എന്തൊക്കെ കാര്യം ജഡ്ജിക്ക് പറയാനുണ്ടെന്ന്. അല്ലാതെ ആ ജഡ്ജ്മെൻറ്റിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല. ഞാൻ എഴുതിയ ജഡ്ജ്മെൻറ്റിനെ അതാണ് ഇന്നതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്, അതിൻ്റെ കാരണം ഇതാണ് എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇത് പറഞ്ഞതിരിക്കട്ടെ, ഇതിനു മുമ്പ് ഇതിലും വളരെ വികലമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അത് വളരെയധികം വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. എന്താണെന്നറിയാവോ, ദൈവം പറഞ്ഞെന്ന് ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ എഴുതണമെന്ന്. ബാബറി മസ്ജിദ് കേസിൽ വിധി എഴുതാനായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു ഇന്നതാണത് കാരണമെന്ന് കേട്ടോ. ഒരു വെളിപാടുണ്ടായിരുന്നു. ഈ വെളിപാടുള്ള അതാണോ ജഡ്ജ്മെൻറ്റിനകത്ത് എഴുതി വെക്കേണ്ടത്? എവിടെ നിന്ന് കിട്ടുന്ന വെളിപാടാണോ എഴുതി വെക്കേണ്ടത്? അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന് മതിയല്ലോ. ഏതെങ്കിലും പൂജാരി ഏൽപ്പിച്ചാൽ പോരെ ഈ ജഡ്ജിയുടെ ജോലി? പിന്നെ ജഡ്ജിമാരെന്തിനാണ്? അത്ര വികലമായ ഒരു പ്രസ്താവന നേരത്തെ നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഇതേപോലെ പുലമ്പുന്നത്. എന്തോ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്തോ കാര്യമെന്ന്. അപ്പോൾ ജസ്റ്റിസ് നരസിംഹ പറഞ്ഞത്, ജഡ്ജ്മെൻറ്റിന് ശേഷം ജഡ്ജ് ഷുഡ് ഡിസപ്പിയർ. അതായത് ജഡ്ജ് മറഞ്ഞു പോകണം. ഞാൻ ഒരുപാട് വിധികൾ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇന്നതുപോലെ ചെയ്തു, ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറയുന്നതല്ല, വീമ്പിളക്കുന്നതല്ല ശരി. അതിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതേണ്ട കാര്യം എന്താണ്, ഞാൻ എഴുതാൻ ഇങ്ങനെ ഇടയായി, എനിക്കത് നീതീകരിക്കാൻ എനിക്ക് പാടില്ല, ഞാൻ ചെയ്യാൻ പാടില്ല. ആ ജഡ്ജ്മെൻറ്റിനകത്തുണ്ടത്. എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ വന്നു എന്നുള്ള തീരുമാനം നിങ്ങളതെടുത്ത് വായിച്ചു നോക്ക്. അതേ ഉള്ളൂ, തീർന്ന്. അതിനപ്പുറത്തോട്ട് ഒന്നും പറയാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഒന്നാമത് ഇൻ്റർവ്യൂ കൊടുത്തതേ തെറ്റ്. കാരണം ഇത്രയും വിവാദപരമായ ഒരു വിഷയമാണ്. ഇത് ഈ ഇൻ്റർവ്യൂ കൊടുത്തത് തന്നെ തെറ്റ്. കൊടുത്തപ്പോൾ ഇതേപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയും. അപ്പോൾ ജേർണലിസ്റ്റുകളോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അവരൊരുപാട് കാര്യങ്ങൾ കൃത്തിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അത് പറയാൻ ഒക്കാത്താണെങ്കിൽ പറയണം, സുഹൃത്തെ എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല, കാരണം അത് ആ ജഡ്ജ്മെൻറ്റിനകത്തുണ്ട്, നിങ്ങളതെടുത്ത് വെച്ച് വായിച്ച് നോക്കിക്കോളൂ. അതെന്താ ഇങ്ങനെ എഴുതി എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുണ്ട്. ഇതല്ലാതെ അതിനപ്പുറത്തോട്ടൊരു കാര്യം, അത് മാത്രമല്ല ഇല്ലാത്ത കാര്യം ഒരു തെളിവും ഇല്ല എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ വിശദമാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ ബാബറി മസ്ജിദ് അവിടെ പണിതതെന്ന്. എവിടുന്ന് കിട്ടിയ വെളിപാടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് വീണ്ടും വെളിപാട് കിട്ടിക്കാണും, ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു കാണും, അതാണ് ആയിരിക്കാം കാര്യം. പക്ഷേ വളരെ തെറ്റായിപ്പോയി ചെയ്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.